നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണല്ലോ ഹിസ്റ്ററി. ഹിസ്റ്ററി തന്നെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്. അതിൽ തന്നെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ക്ലാസ്സിലുടനീളം നമ്മൾ SCRT കണ്ടന്റ് പറയുന്നുണ്ട്, NCRT കണ്ടന്റ് പറയുന്നുണ്ട്, മുൻകാല വർഷ ചോദ്യങ്ങൾ സഹിതം പറയുന്നുണ്ട്. ഇപ്പൊ ക്ലാസ്സിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക, ഉഷാറായി പഠിക്കുക. ഈ വരുന്ന മത്സര പരീക്ഷ നമ്മൾക്കുള്ളതാണ് എന്ന് കരുതി വേണം നമ്മൾ പഠിച്ചു മാറാൻ വേണ്ടി. അപ്പൊ ചോദ്യത്തിലേക്ക് ആദ്യം പോകും. ആദ്യം ഒരു മുൻകാല വർഷ ചോദ്യം ആദ്യം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നു. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തോമസ് കാർലലുമായി ബന്ധമുള്ളത് ഏതാണ്? അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ എൻ്റെ മത്സര പരീക്ഷയിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടത് ഇതൊരു മുൻകാല വർഷ ചോദ്യമാണ്. ഈ ചോദ്യം നമുക്ക് കിട്ടണമെങ്കിൽ ഇതിന്റെ ഉത്തരം നമ്മൾ ഡയറക്റ്റ് അങ്ങ് പറയണം. ഉത്തരം അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്തേ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തോമസ് കാർലലുമായി ബന്ധമുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇത് ഈ ക്ലാസ്സിലുടനീളം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആദ്യം തന്നെ പറഞ്ഞിരിക്കും. ഇതിന് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി എന്ന ടോപ്പിക്ക് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പം എന്താ ഈ ഹിസ്റ്ററി എന്ന ടോപ്പിക്കിന്റെ ബേസ് എന്ന് ആദ്യം മനസ്സിലാക്കണം. കുറച്ച് ആളുകളെ മാത്രം പഠിച്ചാൽ പോരാ, കുറച്ച് തിയറി മാത്രം പഠിച്ചാൽ പോരാ. അതിൻ്റെ ബേസ് SCRTയിലെയും NCRTയിലെ കണ്ടന്റ് ഉൾപ്പെടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ചോദ്യം ഇങ്ങനെയാ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേം ഇങ്ങനെയാ വരുന്നത്: ഭൂതകാല സമസ്യയുടെ രേഖകളെന്നാണ് ചരിത്രത്തെ വിലയിരുത്തപ്പെടുന്നത്. ഭൂതകാല സമസ്യ എന്ന് പറഞ്ഞാൽ ഭൂതകാലത്ത്, ഭൂതം നമ്മൾ പറയത്തില്ല, ഭൂതകാലം, ഭാവി, വർത്തമാനം നമ്മൾ പറയല്ലോ. അപ്പൊ ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞു പോയ കാലം, അങ്ങനല്ലേ നമ്മൾ ഭൂതകാലം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭൂതകാല സമസ്യയുടെ രേഖകളെന്നാണ് ചരിത്രത്തെ വിലയിരുത്തപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നിങ്ങളോട് ഒരാൾ ചോദിക്കുക, നമ്മളിപ്പം മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക, നമ്മളോട് കുട്ടി ചോദിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ സുഹൃത്ത് ചോദിക്കുക, അല്ലെങ്കിൽ സഹപാഠി ചോദിക്കുകയാണ്, വാട്ട് യു മീൻ ബൈ ഹിസ്റ്ററി എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? നിങ്ങൾ ഈ ഓരോ മത്സര പരീക്ഷ എഴുതി, ചിലപ്പോൾ ഇന്റർവ്യൂ ഉള്ള ഏതെങ്കിലുമൊക്കെ മത്സര പരീക്ഷ എഴുതുമല്ലോ. നോക്കൂ, ഈ മത്സര പരീക്ഷ തന്നെ ഇന്റർവ്യൂ ഉണ്ടെന്നിരിക്കട്ടെ, എങ്കിൽ നിങ്ങൾ പോയി ഇന്റർവ്യൂവിന് എങ്ങനെയാ അറ്റൻഡ് ചെയ്യുന്നത്? ഇന്റർവ്യൂവിന് ചോദിക്കുവാണ് വാട്ട് യു മീൻ ബൈ ഹിസ്റ്ററി. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, കഴിഞ്ഞകാല അനുഭവങ്ങളുടെ പഠനം, അല്ലെങ്കിൽ ഹിസ്റ്ററി ഈസ് ദി സ്റ്റഡി ഓഫ് പാസ്റ്റ്. ഇപ്പം നടക്കുന്ന എല്ലാ കാര്യങ്ങളും പിന്നീട് എന്തായിട്ട് മാറും? ഹിസ്റ്ററി ആയിട്ട് മാറും. ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റ്. ഇതാണ് കഴിഞ്ഞകാല അനുഭവങ്ങളുടെ പഠനം. കഴിഞ്ഞകാല അനുഭവങ്ങളുടെ പഠനത്തെ അറിയപ്പെടുന്ന പേരാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഗ്രീക്ക് വേർഡായ ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന വാക്കുണ്ടായത്, ഗ്രീക്ക് വേർഡായ ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വേണ്ട എന്താ ചോദ്യം? എന്താ ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് ഏത് വാക്കിൽ നിന്ന്, ഏത് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഗ്രീക്ക് വേർഡായ ഹിസ്റ്റോറിയ എന്ന പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്ക് ഉത്ഭവിച്ചത്. അടുത്ത വളരെ നിർണായകമായ ചോദ്യം: ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഹെറോഡോട്ടസിനെ അറിയപ്പെടുന്ന പേരെന്താ? ചരിത്രത്തിന്റെ പിതാവ്, അല്ലെങ്കിൽ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് ഹെറോഡോട്ടസ്. അപ്പോൾ ഒരു ചോദ്യം ഞാൻ സിമ്പിളായി നിങ്ങളോട് ചോദിച്ചോട്ടെ. ജോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാ? ജോഗ്രഫിയുടെ ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് ടോളമിയ. ഇത് ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസിനെയാണ് ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി നമ്മുടെ മത്സര പരീക്ഷയിൽ നിർണായകമായ ഒരു ഏരിയ ആണല്ലോ SCRT. ആ SCRTയിലെ ചരിത്രത്തിലേക്ക് എന്നറിയപ്പെടുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് പറയുക. ഒന്നാമത്തത് ചരിത്രം എന്താണ് എന്ന് SCRT ചാപ്റ്ററിൽ, ചരിത്രത്തിലേക്ക് എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്. മനുഷ്യൻ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. നമ്മൾ പറയും, മനുഷ്യൻ ആദ്യകാല അല്ലെങ്കിൽ ആദിമനിവാസികളായിട്ടുള്ള മനുഷ്യർ ആദ്യം കാടുകളിലാണ് താമസിച്ചത്. അതിനുശേഷം അവർ ഈ പറയുന്ന വനവാസികളായിരുന്നു. അതിനുശേഷം അവർ ഈ പറയുന്ന നദിയുടെ തീരങ്ങളിലേക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടി വന്നു, താമസിച്ചു. അങ്ങനെ നദീതട സംസ്കാരങ്ങളുണ്ടായി. പിന്നെ നമ്മൾ കാണപ്പെടുന്ന ഇപ്പോഴത്തെ
മനുഷ്യരായി പരിഗണിച്ചു അല്ലെങ്കിൽ പരിണമിച്ചു എന്ന് പറയുന്നൊരു സിദ്ധാന്തം തന്നെയുണ്ട്. അപ്പോൾ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് കാലാകാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രമെന്നാണ് പറയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഈ പറയുന്ന പ്രാചീന കാലത്തെ മനുഷ്യർ ഉപയോഗിച്ച ഉപകരണങ്ങളുണ്ട്, നാണയങ്ങളുണ്ട്, പാത്രങ്ങളുണ്ട്, അവരുടെ ശേഷിപ്പുകളുണ്ട്, എഴുതപ്പെട്ട രേഖകളുണ്ട്, എഴുതപ്പെടാത്ത രേഖകളുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന ചരിത്ര രചനയെ സഹായിക്കുന്ന തെളിവുകളാണെന്നാണ് പറയുന്നത്. അവിടെ രണ്ട് വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നാണയങ്ങളും മറ്റൊന്ന് പാത്രങ്ങളും. ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്ന ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. നാണയങ്ങളെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേരാണ് ന്യൂമിസ്മാറ്റിക്സ്. അപ്പൊ അവിടെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു വസ്തുത, ഈ നാണയങ്ങൾ അല്ലെങ്കിൽ കറൻസിയുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഇവിടെ ഒരു സിസ്റ്റം നിലനിന്നിരുന്നു. ആ സിസ്റ്റത്തെ അറിയപ്പെടുന്ന പേരാണ് സാധന കൈമാറ്റ വ്യവസ്ഥ അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം, അതുമല്ലെങ്കിൽ CC സമ്പദ് വ്യവസ്ഥ. കമ്മോഡിറ്റീസ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ കമ്മോഡിറ്റീസ്. എക്കണോമിക്സിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു പോർഷനാണ് ബാർട്ടർ സമ്പ്രദായം. കമ്മോഡിറ്റീസ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ കമ്മോഡിറ്റീസ്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായം ഇന്ത്യയിലുണ്ടായിരുന്നു, ലോകത്തിലുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു, ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു. ആ സമ്പ്രദായത്തിൻ്റെ പേരാണ് ബാർട്ടർ സമ്പ്രദായം. ഈ ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മകളും അതിൻ്റെ എന്തൊക്കെയാണ് നേട്ടങ്ങളെന്നൊക്കെ പ്രതിപാദിക്കുന്നതാണ് +1 +2 സ്കൂൾ ടെക്സ്റ്റിലെ മണി ആൻഡ് ബാങ്കിങ് എന്നറിയപ്പെടുന്ന NCERT സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്റർ. അപ്പോൾ അവിടെ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് എന്താണ് ബാർട്ടർ സമ്പ്രദായം, എന്താണ് സാധന കൈമാറ്റ വ്യവസ്ഥ. ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ മറ്റൊരു പേരാണ് സാധന കൈമാറ്റ വ്യവസ്ഥ. അതും അല്ലെങ്കിൽ CC എക്കോണമി എന്നറിയപ്പെടുന്നു. കമ്മോഡിറ്റീസ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ കമ്മോഡിറ്റീസ്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന നടപടിക്രമത്തെ അറിയപ്പെടുന്ന പേരാണ് ബാർട്ടർ സമ്പ്രദായം. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന കാലഘട്ടത്തെ തന്നെ നമ്മൾ പറയും ഒരു കാലഘട്ടമുണ്ട്, എനിക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമ്മൾക്കൊരു കാലഘട്ടമുണ്ട്, കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട്, നമുക്കൊരു നേട്ടം കിട്ടുന്ന ഒരു കാലഘട്ടമുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ചരിത്രത്തിന് പ്രധാനമായിട്ട് രണ്ട് കാലഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന് ചരിത്ര കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ പറ്റി എഴുതപ്പെട്ട രേഖകളുള്ള കാലഘട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് ചരിത്ര കാലഘട്ടം. ചരിത്രാതീത കാലഘട്ടം ഉണ്ട് കേട്ടോ. എഴുതപ്പെട്ട കാലത്തിന് മുമ്പുള്ള കാലം എന്ന് വെച്ചാൽ ചരിത്രത്തെക്കുറിച്ച് എഴുതപ്പെട്ട രേഖകളുള്ള കാലഘട്ടം ചരിത്ര കാലഘട്ടമെന്നും, എഴുതപ്പെട്ട കാലത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടില്ല, ഒരു കാര്യങ്ങളും എഴുതിയിട്ടില്ല, എഴുതപ്പെട്ട രേഖകളില്ലാത്ത കാലഘട്ടത്തെ അറിയപ്പെടുന്ന പേര് ചരിത്രാതീത കാലഘട്ടം. ഇനി ഈ പറയുന്ന ചരിത്ര കാലഘട്ടമെന്നും ചരിത്രാതീത കാലഘട്ടമെന്നും നമ്മൾ തരംതിരിക്കുമ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, എഴുതപ്പെട്ട രേഖകൾ ഉള്ളത് ചരിത്ര കാലഘട്ടം, ഇല്ലാത്തത് ചരിത്രാതീത കാലഘട്ടം. ഇനി മറ്റൊരു വിഭാഗമുണ്ട് അല്ലെങ്കിൽ ഡിവിഷനുണ്ട്. കാലത്തെ തന്നെ ഈ പറയുന്ന കാലഘട്ടത്തെ തന്നെ AD എന്നും BC എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ പറയും എന്താ ഈ AD, എന്താണ് ഈ BC. ADയെ മറ്റൊരു പേരുണ്ട് C അല്ലെങ്കിൽ കോമൺ എറ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ADയുടെ മറ്റൊരു പേരാണ് കോമൺ എറ അല്ലെങ്കിൽ അന്നോ ഡൊമിനി അല്ലെങ്കിൽ കോമൺ എറ. BC അല്ലെങ്കിൽ C എന്ന് പറഞ്ഞാൽ എന്താ, BC അല്ലെങ്കിൽ BC ബിഫോർ കോമൺ എറ, അതുമല്ലെങ്കിൽ ബിഫോർ ക്രൈസ്റ്റ്. അപ്പം ADയുടെ പൂർണ്ണരൂപം അന്നോ ഡൊമിനി എന്നാണ്, BCയുടെ പൂർണ്ണരൂപം ബിഫോർ ക്രൈസ്റ്റ് എന്ന്. അപ്പൊ യഥാക്രമം എങ്ങനെയാ പറയുന്നത്, അന്നാ ഡൊമിനി അല്ലെങ്കിൽ കോമൺ എറ, ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ എന്ത്, ബിഫോർ കോമൺ എറ. അപ്പൊ ഇങ്ങനെ രണ്ട് ഡിവിഷൻ ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ലാറ്റിൻ ഭാഷയിലുള്ള അന്നോ ഡൊമിനി എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്ന ലാറ്റിൻ ഭാഷയിലുള്ള അന്നോ ഡൊമിനി. ഇതെല്ലാം SCERT സ്കൂൾ ടെക്സ്റ്റ് ആണ് അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. നിർണായക മാർക്കാണ്. ലാറ്റിൻ ഭാഷയിലുള്ള അന്നോ ഡൊമിനി എന്ന പദത്തിന്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്ന, അതായത് യേശു ക്രിസ്തുവിന്റെ ജനന വർഷത്തിൽ എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അവിടെ ഒരു വാക്ക് നമ്മൾ പറഞ്ഞിരുന്നു, ഹെറോഡോട്ടസ്. എന്താ ഹെറോഡോട്ടസിന്റെ പ്രത്യേകത, ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ്. ചരിത്രത്തിന്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ജനാധിപത്യത്തെ പറ്റി പഠിക്കും, ഗ്രീസുമായി ബന്ധപ്പെട്ട് നഗരരാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്ന കൺസെപ്റ്റിനെ പറ്റി പഠിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ചരിത്രത്തിന്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് അത് ഗ്രീസാണ്. മുൻകാല വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഹിസ്റ്ററി എന്ന പദരൂപം കൊണ്ടത് ഹിസ്റ്റോറിയ അല്ലെങ്കിൽ ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നമ്മൾ പറഞ്ഞല്ലോ. ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അന്വേഷണം അല്ലെങ്കിൽ
ഗവേഷണം എന്നാണ്. അപ്പൊ അന്വേഷണം അല്ലെങ്കിൽ ഗവേഷണം എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ ഹിസ്റ്റോറിയ എന്ന പദത്തിന്റെ അർത്ഥം നമുക്ക് കിട്ടി. ഹിസ്റ്ററി എന്ന പദരൂപം കൊണ്ടത് ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ചരിത്രത്തിന്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് അത് ഗ്രീസാണ്. ഈ ഗ്രീസിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രാഡിൽ ഓഫ് ഡെമോക്രസി എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. ആ ഗ്രീസ് എന്നറിയപ്പെടുന്ന നമ്മൾ പറയും ഗ്രീക്ക് സംസ്കാരം എന്നൊക്കെ പറയത്തില്ലയോ, ഈ ഗ്രീസിലാണ് ലോകത്തിൽ ആദ്യമായി നഗരരാഷ്ട്രങ്ങൾ, രാഷ്ട്ര രൂപീകരണത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഈ പറയുന്ന നഗരരാഷ്ട്രങ്ങൾ എന്ന ആശയം നിലവിൽ വന്നത് അത് ഗ്രീസിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചരിത്രത്തിന്റെ പിതാവ് ഹെറോഡോട്ടസ് ആണ്. അങ്ങനെ ഈ പറയുന്ന ചരിത്രത്തിന്റെ പിതാവെന്ന് ഹെറോഡോട്ടസിനെ വിശേഷിപ്പിച്ചതാരാ? അത് സിസറോ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചരിത്രത്തിന്റെ പിതാവെന്ന് ഹെറോഡോട്ടസിനെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ ആദ്യ ചരിത്ര കൃതി എന്നറിയപ്പെടുന്നത് അത് ഹിസ്റ്റോറിക്കിയ. ഈ ഹിസ്റ്റോറിക്ക എന്ന കൃതി എഴുതിയത് ഹെറോഡോട്ടസ് ആണ്. ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം ഏതെന്ന് ചോദിച്ചാൽ അത് ഹിസ്റ്റോറിയോഗ്രാഫിയാണ്. അപ്പൊ ചരിത്രത്തിന്റെ പിതാവ് ഹെറോഡോട്ടസ്. എൻ്റെ കൂടെ പറ, ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ്. അങ്ങനെ വിശേഷിപ്പിച്ചത് സിസറോ. ലോകത്തിൽ ആദ്യ ചരിത്രകൃതി എന്നറിയപ്പെടുന്നത് അത് ഹിസ്റ്റോറിക്കിയാണ്. അത് എഴുതിയത് ഹെറോഡോട്ടസ് ആണ്. ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? അത് ഹിസ്റ്റോറിയോഗ്രാഫിയാണ്. അടുത്തത് നമുക്ക് ഈ വേണ്ട വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കൊക്കെ നമ്മൾ കവർ ചെയ്തു പോവാണ്. അപ്പൊ ഇന്ന് ബാച്ചിൽ പഠിക്കേണ്ടത്, ഇന്ന് ഈ വീഡിയോ ക്ലാസ് കാണണം, അതിന്റെ PDF നോട്ട് പഠിക്കണം. ഇന്ന് എന്തൊക്കെ മെറ്റീരിയൽസും ക്ലാസ്സും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ അത് കൃത്യമായി പഠിച്ച് റിവൈസ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിട്ടുള്ള മൈക്രോ നോട്ട്സ് അറിയാമല്ലോ. SCERTയിലെയും NCERTയിലെയും മുൻകാല വർഷങ്ങളിലെ മുഴുവൻ ചോദ്യങ്ങളും മെൻറ്റേഴ്സും ടീച്ചേഴ്സും സോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട മൈക്രോ നോട്ട്സ് ഉണ്ട്. SCERT NCERT ഫാക്ട് ഉൾപ്പെടുത്തുന്ന മാജിക് മന്ത്ര മൈക്രോ നോട്ട്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്തണം. കാരണം നമുക്ക് പരീക്ഷയുടെ സമയം അല്ലെങ്കിൽ പരീക്ഷ അടുത്ത് വരികയാണ്. ഉഷാറായിട്ട് പഠിച്ചു മാറണം. ഇതിൻ്റെ എക്സാം രാത്രി 9 മണിക്കും 9:30ക്കും നിങ്ങളുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ആ എക്സാം, ഡെയിലിയുള്ള എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പോകണം. എന്തിനു വേണ്ടിയാ ഈ ഡെയിലി എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പോകണമെന്ന് പറയുന്നത് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഇന്ന് പഠിച്ച, ഇന്ന് രാവിലെ 5 മണി മുതൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസും ക്ലാസ്സും കൃത്യമായി കണ്ട് റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടിയാണ്. പുതിയ ബാച്ചിൽ വീണ്ടും ആവർത്തിക്കുന്നു, ഓൾറെഡി ബാച്ചിലുള്ളവർ വീണ്ടും മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്ന മത്സര പരീക്ഷ, അതിനുശേഷം നിങ്ങളുടെ പേര്, ഇത് രണ്ടുമായി ഈ കൊടുത്തേക്കുന്ന ബാച്ചിൽ, ഈ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യണം എങ്കിൽ 9072728242 നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. അടുത്തത് ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, NCERTയിലെയും SCERTയിലെയും ഫാക്റ്റാ പറഞ്ഞിരുന്നത്. ചരിത്രത്തിന്റെ പിതാവ് ഹെറോഡോട്ടസ് ആണ്. ആധുനിക ചരിത്രത്തിന്റെ പിതാവെന്ന് SCERTയിലും NCERTയിലും കൊടുത്തേക്കുന്നത് ബിഷപ്പ് വില്യം സ്റ്റബ്സ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ആധുനിക ഹിസ്റ്റോറിയോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയോപോൾ വോൺ റാങ്കെ. അപ്പൊ എന്താ ഈ ഹിസ്റ്റോറിയോഗ്രാഫി? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്താ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ? ചരിത്രത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ചരിത്രത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോറിയോഗ്രാഫി. ഇവിടെ പറഞ്ഞേക്കുന്നത് ആധുനിക ഹിസ്റ്റോറിയോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയോപോൾ വോൺ റാങ്കെ. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ചരിത്രത്തിന്റെ പിതാവ് ഹെറോഡോട്ടസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ആധുനിക ചരിത്രത്തിന്റെ അല്ലെങ്കിൽ ആധുനിക ഹിസ്റ്റോറിയോഗ്രാഫിയുടെ പിതാവ് ലിയോപോൾ വോൺ റാങ്കെയാണ്. ശാസ്ത്രീയ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് തുസിഡൈസ് ആണ്. ഈ 3 വ്യക്തികളെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം. ഇദ്ദേഹത്തെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കൺഫ്യൂഷൻ വരുന്നെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഈ 3 കാര്യം ഉറപ്പായും പഠിച്ചിരിക്കണം. ഇനി ഈ പറയുന്ന തുസിഡൈസിനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഫെലോപിനീഷ്യൻ യുദ്ധചരിത്രം എന്ന കൃതിയുടെ രചയിതാവാരം ചോദിച്ചാൽ അത് തുസിഡൈസ് ആണ്. ലോക ചരിത്രത്തിന്റെ രഹസ്യം എന്ന കൃതി എഴുതിയതാരം ചോദിച്ചാൽ അത് റാങ്കെയാണ്. ലിയോപോൾ വോൺ റാങ്കെ എന്നറിയപ്പെടുന്ന റാങ്കെയാണ് ലോക ചരിത്രത്തിന്റെ രഹസ്യം എന്ന കൃതി എഴുതിയത്. ഇനി എന്താ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ? ചരിത്രത്തെക്കുറിച്ചുള്ള പഠനശാഖ അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യത്തിലേക്ക് വരുന്നു. ഈ പറഞ്ഞ ചരിത്രത്തെ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് തരംതിരിക്കുന്നത്. SCERT സ്കൂൾ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഒന്ന് പ്രീ ഹിസ്റ്ററി, മറ്റൊന്ന് പ്രോ ഹിസ്റ്ററി, മറ്റൊന്ന് ഹിസ്റ്റോറിക് പീരീഡ് അല്ലെങ്കിൽ
ചരിത്രകാലം. ഒന്നാമത്തെ വസ്തുതയിലേക്ക് വന്നാൽ മീനിങ് ഓഫ് ഹിസ്റ്ററി എന്ന ടോപ്പിക്കിൽ വരുന്ന സമയത്ത് എന്താണ് ഈ ഹിസ്റ്ററിയുടെ മീനിങ്? ഒന്നാമത്തത് മാനവരാശിയുടെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ മാനവരാശിയുടെ ജീവിതത്തിലെ അതുല്യമായ സംഭവങ്ങളുടെ രേഖയാണ് നമ്മൾ ചരിത്രം എന്നറിയപ്പെടുന്നത്. അപ്പം മാനവരാശിയുടെ പുരോഗതി, ഓരോ പുരോഗതി രേഖപ്പെടുത്തുമല്ലേ, മാനവരാശിയുടെ പുരോഗതി രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ചരിത്രം എന്ന് പറയുന്നത്. നമ്മൾ പറയും ആദിമ നിവാസികളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദിമ നിവാസികളെ അറിയപ്പെടുന്ന പേര് നെഗ്രിറ്റോയിഡ് എന്ന, കേരളത്തിൽ ആദിമ നിവാസികളെ അറിയപ്പെടുന്ന പേര് നെഗ്രിറ്റോയിഡ് എന്ന. എന്തുകൊണ്ടാണ് ഈ നെഗ്രിറ്റോയിഡ് ആണ് കേരളത്തിൽ ആദിമ നിവാസികൾ എന്ന് നമ്മൾ പറയപ്പെടാൻ കാരണം? മാനവരാശിയുടെ ഓരോ പുരോഗതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ കാലഘട്ടത്തെ ചരിത്ര കാലഘട്ടമെന്നും രേഖപ്പെടുത്താത്ത കാലഘട്ടത്തെ ചരിത്രാതീത കാലഘട്ടം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹിസ്റ്റോറിക് എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം, ഹിസ്റ്റോറിക്ക് ആരാ എഴുതിയത്? ഹെറോഡോട്ടസ് ആണല്ലോ എഴുതിയത്. ഹിസ്റ്റോറിക് എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം ഗ്രീക്കുകാരും പേർഷ്യന്മാരുമായിട്ടുള്ള നിരന്തര യുദ്ധത്തെ പറ്റിയാണ് ഹിസ്റ്റോറിക് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന ചരിത്രത്തെ ഓരോ വ്യക്തികളും പറഞ്ഞ ഓരോരോ വാക്യങ്ങളുണ്ട്. ഒന്ന്, അരിസ്റ്റോട്ടിൽ പറഞ്ഞ വാക്യം ഇങ്ങനെയാ: മാറ്റമില്ലാത്ത ഭൂതകാലത്തിന്റെ വിവരണമാണ് ചരിത്രം എന്ന് വിശേഷിപ്പിച്ചത് അരിസ്റ്റോട്ടിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യ സ്വാതന്ത്ര്യം അനാവരണം ചെയ്ത കഥയാണ് ചരിത്രം എന്ന് വിശേഷിപ്പിച്ചത് ആക്ടൻ പ്രഭു ആണ്. മനുഷ്യ പുരോഗതിയുടെ അളവുകോലാണ് ചരിത്രമെന്ന് വിശേഷിപ്പിച്ചത് അത് ടെർഗോഡാണ്. ആരൊക്കെ വിശേഷിപ്പിച്ചെന്ന് പറഞ്ഞേ? മാറ്റമില്ലാത്ത ഭൂതകാലത്തിന്റെ വിവരണമാണ് ചരിത്രമെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. മനുഷ്യ സ്വാതന്ത്ര്യം അനാവരണം ചെയ്ത കഥയാണ് ചരിത്രമെന്ന് ആക്ടൻ പ്രഭു പറഞ്ഞു. മനുഷ്യ പുരോഗതിയുടെ അളവുകോലാണ് ചരിത്രമെന്ന് ആര് പറഞ്ഞു? ടെർഗോഡ് പറഞ്ഞു. അടുത്തത്, കൂടുതലോ കുറവോ അല്ലാത്ത ശാസ്ത്രം തന്നെയാണ് ചരിത്രം എന്ന് ചരിത്രത്തെ വിശേഷിപ്പിച്ചത് ബെറിയാണ്. അപ്പൊ ബെറിയുടെ അഭിപ്രായത്തിൽ കൂടുതലോ കുറവോ അല്ലാത്ത ശാസ്ത്രം തന്നെയാണ് ചരിത്രം. ചരിത്രം എന്ന് പറഞ്ഞാൽ കൂടുതലോ അല്ല കുറവോ അല്ല. ദെൻ അടുത്തത് BH കാർ പറഞ്ഞത് ഇങ്ങനെയാണ്: വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലയ്ക്കാത്ത സംഭാഷണമാണ് ചരിത്രം എന്ന് പറഞ്ഞത് BH കാറാണ്. ദെൻ മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രം. അപ്പൊ ചെപ്പടി വിദ്യകളാണ് ചരിത്രമെന്ന് വിശേഷിപ്പിച്ചത് അത് വോൾട്ടേറാ. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഈ ഡെഫിനിഷനൊക്കെ കാണാതെ പഠിക്കാൻ പോയാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും. വേറെ ഒന്നുമില്ല. വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലയ്ക്കാത്ത സംഭാഷണമാണ് ചരിത്രം. കാറിൽ സംഭാഷണം നടത്തിക്കൊണ്ട് നമ്മൾ പോവാം. ദെൻ മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യ, ടയർ കൊണ്ടാണല്ലോ ചെപ്പ്, ചെരുപ്പ്, ചെപ്പൽ, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ടയർ. ദെൻ അടുത്തത്, ചരിത്ര ഭൂതകാല രാഷ്ട്രീയവും ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണ് എന്ന് പറഞ്ഞത് അത് ജോൺ സീലിയാണ്. അപ്പം കൂടുതലോ കുറവോ അല്ലാത്ത ശാസ്ത്രം തന്നെയാണ് ചരിത്രം എന്ന് പറഞ്ഞത് ബെറിയാണ്. വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലയ്ക്കാത്ത സംഭാഷണമായ ചരിത്രം എന്ന് പറഞ്ഞത് BH കാറാണ്. മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രമെന്ന് പറഞ്ഞത് വോൾട്ടേറാണ്. ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണ് എന്ന് പറഞ്ഞത് ജോൺ സീലിയാണ്. ഇനി ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞൊരു വാക്യമുണ്ട്: മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രം എന്ന് പറഞ്ഞത് അത് ഫ്രാൻസിസ് ബേക്കണ. ഡയോനീഷ്യസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ചരിത്രം ഉദാഹരണങ്ങളിലൂടെയുള്ള തത്വശാസ്ത്ര അധ്യാപനമാണ് എന്ന് പറഞ്ഞത് ഡയോനീഷ്യസ് ആണ്. തൂസിഡൈസ് പറഞ്ഞത് ഇങ്ങനെയാണ്: തെളിവുകളെ ആശ്രയിച്ചായിരിക്കണം ചരിത്ര രചന എന്ന് ചരിത്രത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് തൂസിഡൈസ് ആണ്. അപ്പൊ മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രം. അപ്പൊ മനുഷ്യന്റെ പുരോഗതിയെ പറ്റി നമ്മൾ പറഞ്ഞു. മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രം എന്ന് പറഞ്ഞത് ഫ്രാൻസിസ് ബേക്കൺ ആണ്. അടുത്തത് ഈ പറയുന്ന ചരിത്രത്തെ പറ്റി ഹെറോഡോട്ടസ്, ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് പറഞ്ഞത് ഇങ്ങനെയാണ്: മനുഷ്യൻ അവൻ ചെയ്ത അന്വേഷണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അവരുടെ നേട്ടങ്ങളുടെയും ഒരു രേഖയാണെന്നാണ് ചരിത്രത്തെ പറ്റി ആര് പറഞ്ഞത്? ഹെറോഡോട്ടസ് പറഞ്ഞത്. ചരിത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ്. ഹിസ്റ്റോറിയ എന്ന പുസ്തകം എഴുതിയത്, ഹിസ്റ്റോറിക്ക എന്ന പുസ്തകം എഴുതിയത് ഹെറോഡോട്ടസ് ആണ്. ദെൻ ഡൈനീഷ്യസ് പറഞ്ഞ മറ്റൊരു വാക്യം: ഉദാഹരണങ്ങളിലൂടെ
പഠന വിധേയമാക്കേണ്ട ഒരു പ്രധാന ദർശനമാണ് ചരിത്രമെന്ന് പറഞ്ഞത്. അത് ഡയനീഷ്യസ് ആണ്. ദെൻ തൂസിഡൈസ് വീണ്ടും പറഞ്ഞൊരു വാക്യമുണ്ട്, ഓർമ്മിക്കപ്പെടേണ്ട വസ്തുക്കളുടെ സമാഹാരമാണ് ചരിത്രം എന്ന് ചരിത്രത്തെ വിശേഷിപ്പിച്ചത് അത് തുസിഡൈസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തോമസ് കാർലലുമായി ബന്ധമുള്ളത് ലോക ചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ്. നോക്കൂ, മഹാന്മാരായിട്ടുള്ള വ്യക്തികളെ, മഹാത്മാഗാന്ധി മഹാനാണ്, ജവഹർലാൽ നെഹ്റു. അപ്പൊ അങ്ങനെ ലോകത്തിലെ നെൽസൺ മണ്ടേല എടുത്തു, എബ്രഹാം ലിങ്കണെ എടുത്തു. അങ്ങനെ ലോക ചരിത്രം എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ് എന്ന് ചരിത്രത്തെ പറ്റി വിശേഷിപ്പിച്ചത് ആരാണ്? അത് തോമസ് കാർലലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വാക്യമുണ്ട് ഈ ചരിത്രത്തെ പറ്റി, ചരിത്രം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ നാടകമാണ് എന്ന് ജവഹർലാൽ നെഹ്റു 1961 ഏഷ്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ഉദ്ഘാടന വേളയിൽ ഡൽഹിയിൽ നടന്ന 1961 ഏഷ്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ഉദ്ഘാടന വേളയിൽ പരാമർശിച്ചത് എങ്ങനെയാണ്? ചരിത്രം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ നാടകമാണ്. അടുത്തത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ മറ്റൊരു വാക്യമുണ്ട്, പ്രകൃതിക്കും ഘടകങ്ങൾക്കുമെതിരെ യുഗങ്ങളിലൂടെയുള്ള മനുഷ്യന്റെ പോരാട്ടത്തിന്റെ കഥയാണ് ചരിത്രം. വന്യമൃഗങ്ങൾക്കും കാടുകൾക്കും അവനെ താഴ്ത്താനും സ്വന്തം നേട്ടത്തിനായി അവനെ ചൂഷണം ചെയ്യാനും ശ്രമിച്ച സ്വന്തം ഇനത്തിൽപ്പെട്ട ചിലർക്കെതിരെ എന്ന വാക്യം പറഞ്ഞതാരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി കരുതപ്പെടുന്ന വ്യക്തിത്വം ജവഹർലാൽ നെഹ്റു ആണല്ലോ. അദ്ദേഹമാണല്ലോ 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ. 1950 മാർച്ച് 15 ഫോം ചെയ്ത ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനുമാർ തന്നെ ജവഹർലാൽ നെഹ്റു. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിന്റെ കഥയാണ് ചരിത്രം എന്ന് ചരിത്രത്തെ പറ്റി നിർവചനം കൊടുത്തത് വിൽ ഡ്യൂറന്റ് ആണ്. യുഗപരമ്പരകളിലൂടെ മനുഷ്യനാർജിച്ച സംസ്കാരത്തിന്റെ കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞതാരാ? അത് വിൽ ഡ്യൂറന്റ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് റാബ്സണും സ്മിത്തും പറഞ്ഞൊരു വാക്യമുണ്ട്, സംഭവങ്ങളുടെ ഗതിയുടെയോ ആശയങ്ങളുടെയോ പുരോഗതിയുടെയോ ബന്ധിപ്പിച്ച വിവരണമാണ് ചരിത്രം എന്ന് ചരിത്രത്തെ പറ്റി വിശേഷിപ്പിച്ചത് അത് റാബ്സൺ ആണ്. അപ്പൊ സംഭവങ്ങളുടെ ഗതിയുടെയോ ആശയങ്ങളുടെ പുരോഗതിയുടെയോ സംബന്ധിച്ച വിവരണമാണ് ചരിത്രമെന്ന് റാബ്സൺ പറഞ്ഞു. അടുത്ത സ്മിത്ത് പറഞ്ഞത് എങ്ങനെയാ? ചരിത്രത്തിന്റെ മൂല്യവും താല്പര്യവും ഭൂതകാലത്താൽ വർത്തമാനകാലത്തെ പ്രകാശിപ്പിക്കുന്ന അളവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? അത് സ്മിത്താണ്. ഇത്രയും കണ്ടന്റ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഉഷാറായിട്ട് പഠിക്കുക. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് കിട്ടണം. ഈ PDF നോട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന PDF നോട്ട് ഇന്ന് വായിക്കണം. ഇന്നത്തെ പരീക്ഷ സ്കിപ്പ് ചെയ്യരുത്. ഇന്ന് ബാച്ചിൽ തന്നിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും എല്ലാ നോട്ട്സും സിൻസിയറായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.